Hi students, welcome back to Target Learning app. Today we are discussing the 5th chapter of chemistry, compounds of non-metals. ഈ ചാപ്റ്ററിലെ SSLC ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷനും അതോടൊപ്പം തന്നെ അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് നോക്കാം. കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അമോണിയ, റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്, കെമിക്കൽ ഇക്വിലിബ്രിയം, Le Chatelier പ്രിൻസിപ്പിൾ, ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ ഇക്വിലിബ്രിയം, പ്രഷർ ആൻഡ് ഇക്വിലിബ്രിയം, ടെമ്പറേച്ചർ ആൻഡ് ഇക്വിലിബ്രിയം. അത്യാവശ്യം ഒരു ലെങ്തിയർ ആയിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷേ ഈ ഒരു ഏരിയാസ് മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സൾഫ്യൂരിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഓരോ ടോപ്പിക്കും വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു സ്റ്റഡി അബൌട്ട് അമോണിയ. അമോണിയ നിങ്ങൾക്കറിയാം, ഭയങ്കരമായിട്ടുള്ള പഞ്ചൻ്റ് സ്മെല്ലുള്ള ഒരു കോമ്പൗണ്ടാണ് അമോണിയ. അതുമാത്രമല്ല ഒരുപാട് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോമ്പൗണ്ടും കൂടെയാണ് അമോണിയ. സോ അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷൻ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു റിവിഷൻ നമുക്ക് നോക്കാം. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എടുത്ത് ഒരു ബോയിലിംഗ് ട്യൂബിൽ വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? അമോണിയ കിട്ടുന്നു. NH4Cl + CaOH twice gives CaCl2 + 2H2O + 2NH3. ഈ പ്രിപ്പറേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ കാൽസ്യം ക്ലോറൈഡും അതേപോലെ തന്നെ വാട്ടറും അതേപോലെ തന്നെ അമോണിയയാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് പോയിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടായ അമോണിയ ഈ NH3 ഇവിടെ ഒരു ട്യൂബ് വഴി ഡ്രൈയിങ് ടവറിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഡ്രൈയിങ് ടവർ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. എന്തിനാണെന്നുള്ളത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അഥവാ ഈ NH3ൻ്റെ കൂടെ H2O ഉണ്ടാകുന്നുണ്ട്. ടു റിമൂവ് ദീസ് വാട്ടർ വേപ്പർ വി നീഡ് ടു പാസ് ത്രൂ ദ ഡ്രൈയിങ് ടവർ. ഹിയർ ദ ഡ്രൈയിങ് ഏജൻറ്റ് യൂസ്ഡ് ഈസ് CaO, കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് ആണ് ഇവിടെ ഡ്രൈയിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ്. വൈ ദ അമോണിയ ഈസ് പാസിംഗ് ത്രൂ ദ ഡ്രൈയിങ് ടവർ? ടു റിമൂവ് ദ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. Clear? Ammonia is passed through a drying tower containing quicklime CaO to remove the moisture present in it. Second thing, ഇവിടെ ഉണ്ടായ അമോണിയ കളക്ട് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻവേർട്ടഡ് പൊസിഷനിലുള്ള ഒരു ഗ്യാസ് ജാർ വഴിയാണ് അമോണിയ കളക്ട് ചെയ്യുന്നത്. നേരെയല്ലേ ഇത് വെച്ചിരിക്കുന്നത്? ഇൻവേർട്ടഡ് പൊസിഷനിലാണ്. വൈ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ഇൻവേർട്ടഡ് പൊസിഷൻ? മുമ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സബ് ക്വസ്റ്റ്യനിൽ. വി നോ ദാറ്റ് ദ ഡെൻസിറ്റി ഓഫ് അമോണിയ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. എയറിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് അമോണിയക്ക്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ നേരെയുള്ള ജാറിലാണെങ്കിൽ അമോണിയ മുകളിലേക്ക് പാസ് ചെയ്തു പോകും. സോ അമോണിയ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവേർട്ടഡ് പൊസിഷനിൽ ജാർ കീപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഡെൻസിറ്റി ഓഫ് അമോണിയ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. അതും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് അമോണിയ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കളക്റ്റഡ് ഇൻ ദ ഇൻവേർട്ടഡ് പൊസിഷൻ. അപ്പോൾ അമോണിയൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പോയിന്റുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിയിരിക്കണം. ഒന്ന് അതിൻ്റെ ഇക്വേഷനാണ്. NH4Cl അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എടുത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യം ക്ലോറൈഡും അതേപോലെ തന്നെ അമോണിയം വാട്ടറും നമുക്ക് ലഭിക്കും. ആൻഡ് വൈ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ഡ്രൈയിങ് ടവർ ടു റിമൂവ് ദ മോയ്സ്ചർ പ്രസൻറ്റ് ഇറ്റ്. ആൻഡ് വൈ ഇറ്റ് ഈസ് കളക്റ്റഡ് ഇൻ ദ ഇൻവേർട്ടഡ് പൊസിഷൻ. ദ ഡെൻസിറ്റി ഓഫ് അമോണിയ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. ക്ലിയർ? ഓക്കെ. സോ നെക്സ്റ്റ് അമോണിയൻ്റെ അതർ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അമോണിയൻ്റെ കളർ ഓൾറെഡി കളർലെസ് ആണ്. കളറില്ല അമോണിയക്ക്. ഓഡർ ഒരു പഞ്ചൻ്റ് സ്മെല്ലാണ് അമോണിയക്കുള്ളത്. ഒരു രൂക്ഷഗന്ധമാണ് അമോണിയക്കുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. ദ നാച്ചുർ ബേസിക് നേച്ചറാണ്. അസിഡിക് അല്ല, ബേസിക് നേച്ചറാണ് അമോണിയക്കുള്ളത്. അതേപോലെ ഡെൻസിറ്റി ഓഫ് അമോണിയ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി സൊല്യൂബിൾ ഇൻ വാട്ടർ ടു. വാട്ടറിൽ ഹൈലി സൊല്യൂബിളാണ് അമോണിയ എന്ന് പറയുന്ന സാധനം. അതേപോലെ അമോണിയൻ്റെ രണ്ട് പ്രൊഡക്റ്റാണ്. ഒന്ന് ലിക്വർ അമോണിയം, അതേപോലെ തന്നെ ലിക്വിഡ് അമോണിയം. മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയ ഈസ് കോൾഡ് liquor ammonia. Highly concentrated solution of ammonia is called liquor ammonia, whereas the liquefied ammonia means the liquid ammonia, that is liquefied easily by applying pressure. പ്രഷർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അമോണിയനെ ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ദ്രവീകരിച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന സാധനമാണ് ലിക്വിഡ് അമോണിയ. whereas the highly concentrated solution of ammonia is called liquor ammonia. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അമോണിയ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഇക്വേഷൻ മറന്നു പോകരുത്. NH4Cl + CaOH twice. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എടുത്ത് ചൂടാക്കിയ സമയത്ത് കാൽസ്യം ക്ലോറൈഡും NH3യും അതേപോലെ തന്നെ H2 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. വി നോ ദാറ്റ് C+O2 gives CO2. കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന പ്രോസസ്സാണ്. C+O2 gives CO2.
ഇവിടെ നമുക്കറിയാം നോർമൽ കേസിൽ ഈ CO2 അതേപടി തന്നെ തിരിച്ച് എന്തായിട്ട് മാറുന്നില്ല, C+O2 ആയിട്ട് മാറുന്നില്ല. അഥവാ ഇവിടെ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവുന്നുണ്ട്, ബട്ട് അറ്റ് ദ സെയിം ഇൻസ്റ്റൻറ്റ് പ്രൊഡക്റ്റ് ഡു നോട്ട് റീകമ്പൈൻ ബാക്ക് ടു ഗീവ് റിയാക്റ്റൻ്റ്. പ്രൊഡക്റ്റ് തിരിച്ചെന്താവുന്നില്ല, റിയാക്റ്റൻ്റ് ആയി മാറുന്നില്ല. ദീസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ. റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അതിനെയാണ് നമ്മൾ ഇർറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അതായത് നോർമലി നമ്മൾ പഠിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ റിയാക്ഷൻ തന്നെയാണ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതായത് ഇവിടെ നോക്കൂ, NaOH + HCl gives NaCl + H2O. സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്നതാണ്, ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. Chemical reaction in which reactants give product but the products do not give back the reactants are called irreversible reactions. Clear? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവുന്ന റിയാക്ഷനുണ്ട്, പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് ആവുന്ന കേസും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ഈസ് കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. Reaction taking place in both direction is called reversible reaction. അഥവാ reactants combines to give product and at the same instant product recombine back to give the reactants. Such type of reactions are called reversible reactions. Reversible reaction. റിവേഴ്സിബിൾ റിയാക്ഷനിൽ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറുന്നതിനാണ് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് ആയി മാറുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബിൽ ഒരറ്റത്ത് ഒരു HCl ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട്, മറ്റേ അറ്റത്ത് അമോണിയയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള വേറൊരു കോട്ടൺ എടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗവും കോർക്കൊണ്ട് നന്നായിട്ട് അടച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും NH3 HCl കമ്പൈൻ ചെയ്തിട്ട് അവിടെ അമോണിയം ക്ലോറൈഡ് ഉണ്ടാവും, തിക്ക് വൈറ്റ് ഫ്യൂംസ് ഓഫ് NH4Cl. ഗ്ലാസ് ട്യൂബ് രണ്ട് ഭാഗവും നന്നായിട്ട് അടച്ചുകൊണ്ട് തിക്കായിട്ടുള്ള വൈറ്റ് ഫ്യൂംസ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ജസ്റ്റ് നമ്മളൊരു ലൈറ്റർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തിക്ക് വൈറ്റ് ഫ്യൂംസ് അങ്ങോട്ട് പോകുന്നതായിട്ട് കാണാനും പറ്റും. അഥവാ ഇവിടെ ഉണ്ടായിട്ടുള്ള NH4Cl വീണ്ടും എന്തായിട്ട് മാറി, NH3 HCl ആയിട്ട് മാറി. ആദ്യം NH3 HCl കമ്പൈൻ ചെയ്തിട്ട് NH4Cl ആയി, അത് തിരിച്ച് NH3 HCl ആയിട്ട് മാറി. അഥവാ റിയാക്റ്റൻസ് കമ്പൈൻസ് ടു ഗീവ് പ്രൊഡക്റ്റ് ആൻഡ് അറ്റ് ദ സെയിം ഇൻസ്റ്റന്റ് പ്രൊഡക്ട്സ് റീകമ്പൈൻ ബാക്ക് ടു ഗീവ് ദ റിയാക്റ്റൻസ്. ദീസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ഈ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷനെ കാണിക്കുന്നത്. NH4Cl റിവേഴ്സിബിൾ, NH3 + HCl എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ടും റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ആർ കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ ദീസ് തിക്ക് വൈറ്റ് ഫ്യൂംസ് ഈസ് ഫോംഡ് നിയർ ബൈ HCl. ഇതിൻ്റെ മിഡിലൊന്നല്ല ഫോം ചെയ്തത്, HClൻ്റെ തൊട്ടടുത്താണ് ഫോം ചെയ്ത്. എന്താ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമോണിയയുടെയും HClൻ്റെയും ഡെൻസിറ്റി കമ്പയർ ചെയ്യുന്ന സമയത്ത് അമോണിയക്ക് ഡെൻസിറ്റി എന്താണ്, കുറവാണ്. സോ ഇറ്റ് ക്യാൻ മൂവ് ഫാസ്റ്റ്ലി. അത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. ഏകദേശം ഇവിടെ എത്തുമ്പോഴത്തേ HCl ഇത്ര നേരം എത്തുള്ളൂ. സോ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് HClൻ്റെ അടുത്ത് ഈ NH4Clൻ്റെ വൈറ്റ് ഫ്യൂംസ് കാണാനുള്ള കാരണം. അതും ചോദിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് അമോണിയ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് HCl. ക്ലിയർ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ഈസ് കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഹിയർ ദ റിവേഴ്സിബിൾ ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ ദ റിയാക്ഷൻ ഇൻ വിച്ച് ദ റിയാക്റ്റൻസ് ചേഞ്ച് ടു പ്രൊഡക്ട്സ് ഈസ് കോൾഡ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ദാറ്റ് ഇൻ വിച്ച് ദ പ്രൊഡക്ട്സ് ചേഞ്ച് ബാക്ക് ടു റിയാക്റ്റൻസ് ഈസ് കോൾഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ക്ലിയർ? അപ്പോൾ ഇതാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിലുള്ള ഒരു സംഭവമാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വലായി വരുന്ന സ്റ്റേജ്, ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ, ദാറ്റ് സ്റ്റേജ് ഈസ് കോൾഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. അഥവാ ഇവിടെ നേരത്തെ നമ്മൾ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ N2 + 3H2 റിവേഴ്സിബിൾ 2NH3 അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ഹേബർ പ്രോസസ്സിൻ്റെ ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അമോണിയായിട്ട് മാറുന്നു, അമോണിയ തിരിച്ച് അതേപടി തന്നെ നൈട്രജനും ഹൈഡ്രജനായിട്ട് മാറുന്നു. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാവുന്നതാണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായ അമോണിയ നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറുന്നതാണ്. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വലായി വരുന്ന സ്റ്റേജിനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. എന്താണ് chemical equilibrium? Chemical equilibrium is the stage at which the rate of the forward reaction becomes equal to the rate of the backward reaction in a reversible reaction. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വലായി വരുന്ന സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ ഗ്രാഫ് ഒന്ന് നോക്കൂ. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാം.
നമുക്കറിയാം ഇനീഷ്യലി റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ റിയാക്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ, അഥവാ ഫോർവേഡ് റിയാക്ഷനാണ് ഫാസ്റ്റായിട്ട് നടക്കുക. ഫോർവേഡ് റിയാക്ഷൻ അങ്ങോട്ട് തുടങ്ങി പ്രൊഡക്റ്റ് ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷനും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ഇങ്ങനെ കൂടി വരും. രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതെന്തായി? ഈക്വലിബ്രിയത്തിലായി. ഓക്കെ, ഈ ഗ്രാഫ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ടൈമിനനുസരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇങ്ങനെ കൂടി വരും, ഫോർവേഡ് ഇങ്ങനെ കുറഞ്ഞു വരും. രണ്ട് ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന്, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലെ ഈ റിയാക്റ്റൻറ്റും പ്രൊഡക്ട്സും ആർ കോ എക്സിസ്റ്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. കോ എക്സിസ്റ്റ്, അതായത് അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്. റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും വേറെ വേറെ ചേംബറിലോ വേറെ വേറെ പാത്രത്തിലോ അല്ല. ദേ ആർ കോ എക്സിസ്റ്റ്. At equilibrium, both reactant and product coexist. അതേപോലെ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ. അതിനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം തന്നെ വിളിക്കുന്നത്. ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആയി വരുന്ന ഘട്ടത്തിനെയാണ് നമ്മളിത് വിളിക്കുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. കെമിക്കൽ ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. അതായത് ഒരു ഓപ്പൺ സിസ്റ്റത്തിൽ നടക്കില്ല, ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം. നത്തിങ് ടു ബി ആഡഡ് ആൻഡ് നത്തിങ് ടു ബി റിമൂവ്ഡ്. അത്തരത്തിലുള്ള ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ അത്ര ഇൻഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിൻ്റെ ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിച്ചു പോകുന്നത്. അതേപോലെ തന്നെ നാലാമതായിട്ട് ഒരു പോയിന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡൈനാമിക് അറ്റ് ദ മോളിക്കുലാർ ലെവൽ. അഥവാ കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് അവിടെ റിയാക്ഷൻ സ്റ്റോപ്പ് ആവുന്നില്ല. റിയാക്റ്റൻ്റ് എന്താവുന്നുണ്ട്? പ്രൊഡക്റ്റായി മാറുന്നുണ്ട്. പ്രൊഡക്റ്റ് തിരിച്ചെന്തായിട്ട് മാറുന്നുണ്ട്? റിയാക്റ്റൻ്റായിട്ട് മാറുന്നുണ്ട്. പക്ഷേ പുറമേ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്ക് ആ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യാൻ കഴിയില്ല? കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഡൈനാമിക് അറ്റ് ദ മോളിക്കുലാർ ലെവൽ എന്ന് പറയാനുള്ള കാരണം. അഥവാ അവരെ മോളിക്യൂൾസ് തമ്മിൽ, ഞാനിവിടെ കാണിച്ച നൈട്രജനും ഹൈഡ്രജനും അമോണിയായിട്ട് മാറുന്നുണ്ട്. ആ ഉണ്ടാവുന്ന അമോണിയ അതേപടി തന്നെ നൈട്രജനും ഹൈഡ്രജനായിട്ട് മാറുന്നുണ്ട്. സോ അവിടെ മോളിക്കുലാർ ലെവലിൽ ദേ ആർ ഡൈനാമിക്. സ്റ്റിൽ ദ പ്രോസസ് ഈസ് ഓൺ ഗോയിങ്. മോളിക്കുലാർ ലെവൽ എന്താണ്? ഡൈനാമിക് ആണ്. സോ കോ എക്സിസ്റ്റ്, ഈക്വൽ, ഡൈനാമിക് ആൻഡ് ഇറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. അത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രോപ്പർട്ടീസാണ്. അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മളൊരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ നമുക്കറിയാം റിയാക്റ്റൻ്റ് എന്തായിട്ട് മാറുന്നുണ്ട്? പ്രൊഡക്റ്റായിട്ട് മാറുന്നുണ്ട്. പ്രൊഡക്റ്റ് എന്തായിട്ട് മാറുന്നുണ്ട്? റിയാക്റ്റൻറ്റുമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷനിൽ നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റ് കിട്ടും? പല കുട്ടികളും ചിന്തിക്കുന്നുണ്ടാവും. റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റും, പ്രൊഡക്റ്റ് അതേപടി തിരിച്ച് റിയാക്റ്റൻറ്റുമായിട്ട് മാറിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും? അങ്ങനെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് അത്തരത്തിലുള്ള റിയാക്ഷൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതൊരു പ്രിൻസിപ്പിളായിട്ട്, ഒരു തത്വമായിട്ട് പ്രസ്താവിച്ച ആളാണ് ലേ ഷാറ്റ്ലിയർ. ആ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്നുള്ളതും നമുക്ക് പഠിക്കാനുണ്ട്. എനിവേ, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ വെൻ ദ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ഓർ പ്രഷർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഈസ് ചേഞ്ച്ഡ്. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ എന്നിവയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യുന്ന പറഞ്ഞത്? ദ സിസ്റ്റം വിൽ റീഅഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് സോ ആസ് ടു നള്ളിഫൈ ദ ഇഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച്. ആ ചേഞ്ച് കൊണ്ട് എന്തു മാറ്റമാണോ ഉണ്ടായത് ആ മാറ്റത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് റീഅഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ്, സ്വയം ഒരു പുനഃക്രമീകരണം നടത്തുന്നതാണ് പറഞ്ഞത്. വേറൊരാൾ ചെയ്യണമെന്നല്ല. റീഅഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ് വിൽ അറ്റൈൻ എ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. അങ്ങനെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇറ്റ് വിൽ അറ്റൈൻ എ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. 3 പോയിൻ്റാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഉള്ളത്. ഒന്ന്, വെൻ ദ കോൺസെൻട്രേഷൻ, പ്രഷർ ഓർ എ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഈസ് ചേഞ്ച്ഡ്. നമ്മൾ 3-ൽ ഏതെങ്കിലും ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടി കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? ലേ ഷാറ്റ്ലിയർ എന്താ പറഞ്ഞത്? ഇത്തരത്തിലുള്ള റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്ന പറഞ്ഞത്? റീഅഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് സോ ആസ് ടു നള്ളിഫൈ ദ ഇഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച്. അഥവാ നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടി കഴിഞ്ഞാൽ സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുക? കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുക. സപ്പോസ് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി, അപ്പോൾ സിസ്റ്റത്തിന് വേണ്ടി ട്രൈ ചെയ്യും ടെമ്പറേച്ചർ കുറയ്ക്കാൻ, എന്നാലല്ലേ അതിനെ നള്ളിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. സോ റീഅഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് സോ ആസ് ടു നള്ളിഫൈ ദ ഇഫക്റ്റ്. അങ്ങനെ ഫൈനലി ഇറ്റ് വിൽ അറ്റൈൻ എ ന്യൂ സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഇതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. 3 പോയിന്റ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. വെൻ ദ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഈസ് ചേഞ്ച്ഡ്, ദ സിസ്റ്റം വിൽ റീഅഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് സോ ആസ് ടു നള്ളിഫൈ ദ ഇഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ് ഫൈനലി ഇറ്റ് വിൽ അറ്റൈൻ എ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഈ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഓരോ റിയാക്ഷനിലും എന്താണ് ഓരോന്നിലുള്ള ഇൻഫ്ലുവൻസ് നോക്കാം. ആദ്യം കോൺസെൻട്രേഷൻ്റെ കാര്യം നോക്കാം. സിമ്പിളാണ്, ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാവുന്ന ഈ റിയാക്ഷനിൽ നമ്മൾ കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്താൻ പോവുകയാണ്.
സപ്പോസ് നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു, റിയാക്റ്റൻ്റെ അളവ് എന്ത് ചെയ്തു, കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു, നമ്മൾ കൂട്ടി. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ലേശാറ്റ്ലിയർ എന്താ പറഞ്ഞത്, ഇറ്റ് വിൽ റീ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് സോ ആസ് ടു നള്ളിഫൈ ദ എഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച്. നമ്മൾ കൂട്ടിയ സാധനം കുറച്ചുകൊണ്ട് സ്വയം ഒരു പുനഃക്രമീകരണം നടത്തും. ആ മാറ്റത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, കൂട്ടിയ സാധനം കുറയ്ക്കണം. അപ്പോൾ നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യണം, ഫാസ്റ്റായിട്ട് നടക്കണം. ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റായി നടന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കുക നൈട്രജൻ ഓർ ഹൈഡ്രജൻ എമൗണ്ട് കുറഞ്ഞിട്ട് അത് വീണ്ടും എന്ത് ചെയ്യും, പുതിയ ന്യൂ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. അഥവാ വെൻ വി ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. അതാണ് ലേശാറ്റ്ലിയർ പറഞ്ഞത്. ഓക്കെ, അതേപോലെ നമ്മൾ സപ്പോസ് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചു എന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഉണ്ടാവുന്ന അമോണിയ നമ്മൾ അപ്പം തന്നെ സിസ്റ്റത്തിൽ നിന്ന് എടുത്തു മാറ്റി അത് ബാരലാക്കി സൂക്ഷിക്കുകയാണ് പതിവ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വി ഡിക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഏത് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കും, ഇവിടെ കോൺസെൻട്രേഷൻ കുറവോ ഇവിടെ കൂടുതലുമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. കൂടുതലുള്ളിടത്ത് കുറവിലേക്ക് നടക്കും. കുറച്ച് കഴിഞ്ഞാൽ ലേശാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം കൂട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും, കൂട്ടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ട്രൈ ചെയ്യും. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു പോയിന്റ്, വെൻ വി ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അങ്ങനെ ആരും ചെയ്യൂല. ഒരാൾ സപ്പോസ് അവിടെ ഇട്ടുള്ള നൈട്രജൻ എടുത്തു മാറ്റി, അങ്ങനെ സിസ്റ്റത്തിൽ നിന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാൽ വിച്ച് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ, ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ വീണ്ടും അത് ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ ആ കുറച്ച് സാധനത്തിനെ കൂട്ടണം. സോ ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. ദെൻ ഫോർത്ത് കേസ്, വെൻ വി ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടി. വെൻ വി ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി കഴിഞ്ഞാലും ഏത് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. കാരണം അത് കുറക്കണമെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ വി നീഡ് ടു ഇൻക്രീസ് ദ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, സോ 4 കണ്ടീഷനാണ്. ഒന്ന്, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഏത് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കും, ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. 2, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ ഏത് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കും, ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. 3, റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. 4, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ, പ്രൊഡക്റ്റിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് വേറെ സ്ഥലത്തു നിന്നുണ്ടാക്കിയ അമോണിയ അതിലേക്ക് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. അപ്പോൾ ഇതാണ് 4 കണ്ടീഷൻ. ഇതിൽ പരീക്ഷയ്ക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ മോർ അമോണിയ കിട്ടാൻ കോൺസെൻട്രേഷനിൽ എന്ത് മാറ്റം വരുത്തണം എന്നാണ് ചോദിക്കുക. അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടന്നാലേ നമുക്ക് മോർ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഫോർവേഡും ബാക്ക്വേർഡും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല. നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റായി നടന്ന് പ്രൊഡക്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് നോക്കി ടേബിൾ. മോർ ഹൈഡ്രജൻ ഈസ് ആഡഡ്. മോർ ഹൈഡ്രജൻ ഈസ് ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, വി ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു, നമ്മൾ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്താ അവിടെ ചേഞ്ച് എന്താ സംഭവിക്കുക, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും, ഫാസ്റ്റായിട്ട് നടക്കും. ദെൻ അടുത്തത്, മോർ അമോണിയ ഈസ് ആഡഡ്. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്തു, ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ ഏതാ നടക്കാം, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഇൻക്രീസസ് ഓർ ഫാസ്റ്റർ. ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. തേർഡ് വൺ, അമോണിയ ഈസ് റിമൂവ്ഡ്, ഡിക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്, ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഇൻക്രീസസ് ഓർ ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. Then more nitrogen is added, increase the concentration of reactant, rate of forward reaction increases. അപ്പോൾ ഇതാണ് ഈ കേസ്. അതേപോലെ ഈ കേസിൽ നമുക്ക് മോർ അമോണിയ കിട്ടാൻ ആഡ് മോർ നൈട്രജൻ, ആഡ് മോർ ഹൈഡ്രജൻ ആൻഡ് റിമൂവ് ദ പ്രൊഡക്റ്റ് ഫോംഡ്. ഈ 3 കണ്ടീഷനാണ്. അതായത് നമുക്ക് എപ്പോഴും ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കാനുള്ള കണ്ടീഷനാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ലേശാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം, ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ലേശാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഒരു സാധനത്തിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലേശാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുക, ആ ഇൻക്രീസ് ചെയ്ത സാധനം പെട്ടെന്ന് തന്നെ കുറച്ചുകൊണ്ട്, അതായത് റീ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് സോ ആസ് ടു നള്ളിഫൈ ദ ഇഫക്റ്റ്. എന്താണോ നമ്മൾ കൂട്ടിയത് അത് കുറയ്ക്കാനും കുറച്ച് സാധനം കൂട്ടാനും വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുക. അങ്ങനെ ട്രൈ ചെയ്ത് ഇറ്റ് വിൽ അറ്റൈൻ എ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. അത് പ്രകാരം നമുക്ക് മോർ അമോണിയ കിട്ടാൻ ഇവിടെ കോൺസെൻട്രേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ആഡ് മോർ നൈട്രജൻ, ആഡ് മോർ ഹൈഡ്രജൻ ആൻഡ് റിമൂവ് ദ പ്രൊഡക്റ്റ് ഫോംഡ് അമോണിയ. ഈ ഹേബർ പ്രോസസ്സിൽ ഉണ്ടാകുന്ന അമോണിയ അപ്പം തന്നെ ബാരലിലേക്ക് ആക്കിയിട്ട് ലിക്വിഫൈ ചെയ്ത് ബാരലാക്കി സൂക്ഷിക്കുകയാണ് പതിവ്. അങ്ങനെ ആയാലേ നമുക്ക് അമോണിയ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കോൺസെൻട്രേഷൻ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെൻ വി ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ, വെൻ വി ഡിക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. അത് രണ്ടും പ്രത്യേകം ഓർത്ത് വെക്കുക. ഓക്കെ,
ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രഷറും അതേപോലെ തന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം, പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവണമെങ്കിൽ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഏത് സ്റ്റേറ്റിലായിരിക്കണം? ഗ്യാസിയസ് സ്റ്റേറ്റിലായിരിക്കണം. പ്രഷറിന് ഒരു റിയാക്ഷനിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവണമെങ്കിൽ തന്നെ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഏത് സ്റ്റേറ്റിലായിരിക്കണം? ഗ്യാസിയസ് സ്റ്റേറ്റിലായിരിക്കണം. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരേ സൈസുള്ള 2 ബാരൽ എടുത്തെന്ന് വിചാരിച്ചോ. സെയിം സൈസുള്ള 2 ബാരൽ, ഒരു ബാരൽ 10 മോൾസും മറ്റേ ബാരൽ ഒരു 25 മോൾസും ഉണ്ടെങ്കിൽ ഏതിലായിരിക്കും മോർ പ്രഷർ അനുഭവപ്പെടുക? 25 മോൾസുള്ളതാണ്. നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? പ്രഷറും സ്വാഭാവികമായിട്ടും കൂടും, സെയിം ബാരലാണെങ്കിൽ. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നോക്കൂ, ഇവിടെ 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജന് എത്ര മോൾ അമോണിയായിട്ട് മാറാണ്? 2 മോൾ. അഥവാ ഇവിടെ 4 മോൾ റിയാക്റ്റൻ്റ് 2 മോൾ പ്രൊഡക്റ്റായിട്ട് മാറുകയാണ്. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മോൾ റിയാക്റ്റൻ്റ് 2 മോൾ പ്രൊഡക്റ്റായിട്ട് മാറുന്നു, അഥവാ വോളിയം ഡിക്രീസ് ചെയ്യും. അതേസമയം ബാക്ക്വേർഡ് എന്താണ്? 2 മോൾ പ്രൊഡക്റ്റ് മോളിക്യൂൾസ് 4 മോൾ റിയാക്റ്റൻ്റ് ആയിട്ട് മാറുകയാണ്, വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ്. 2 കേസ് മനസ്സിലായില്ലേ? ഫോർവേഡ് റിയാക്ഷൻ വോളിയം ഡിക്രീസിങ് ആണ്, അതേസമയം ബാക്ക്വേർഡ് റിയാക്ഷൻ വോളിയം എന്താണ്? ഇൻക്രീസിങ് ആണ്. നോക്കൂ കുട്ടികളെ, ഇവിടെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ലേശാലിയ പ്രിൻസിപ്പിൾ പ്രകാരം പറഞ്ഞത് വെൻ വി ഇൻക്രീസസ് ദ പ്രഷർ, നമ്മൾ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോസസ് സ്റ്റേഷനുകളാണ്. ഈ സിസ്റ്റത്തിൻ്റെ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ലേശാലിയ പ്രിൻസിപ്പിൾ പ്രകാരം പറഞ്ഞത് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യും? പ്രഷർ കുറച്ചുകൊണ്ട് പുതിയ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. പ്രഷർ കുറയണമെങ്കിൽ വോളിയം കുറയണ്ടേ? വോളിയം കുറഞ്ഞാലല്ലേ പ്രഷർ കുറയുള്ളൂ. സോ വെൻ വി ഇൻക്രീസസ് ദ പ്രഷർ അക്കോർഡിംഗ് ടു ലേശാലിയർ പ്രിൻസിപ്പിൾ, ദ സിസ്റ്റം വിൽ ഫേവേഴ്സ് ടുവാർഡ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് വോളിയം. എന്നാലേ പ്രഷർ കുറയുള്ളൂ. രണ്ടാമത്തെ കേസ്, വെൻ വി ഡിക്രീസസ് ദ പ്രഷർ, നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് പ്രഷർ ഡിക്രീസ് ചെയ്തു. പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം എന്തിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക? പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യണം? വോളിയം കൂടണം. വോളിയം ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ 2 പോയിൻ്റാണ്. വെൻ വി ഇൻക്രീസസ് ദ പ്രഷർ, ദ റിയാക്ഷൻ വിൽ ഫേവേഴ്സ് ടുവാർഡ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് വോളിയം. രണ്ടാമത്തെ കേസിൽ വെൻ വി ഡിക്രീസിങ് ദ പ്രഷർ, ദ റിയാക്ഷൻ വിൽ ഫേവേഴ്സ് ടുവാർഡ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് വോളിയം അക്കോർഡിംഗ് ടു ലേശാലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കറിയാം മോർ അമോണിയ കിട്ടാൻ ഹൈ പ്രഷറാണോ ലോ പ്രഷറാണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ 4 മോൾ റിയാക്റ്റൻ്റ് 2 മോളായിട്ട് മാറാം. വോളിയം ഡിക്രീസിങ് ഡയറക്ഷനാണ് ഏത്? ഫോർവേഡ് റിയാക്ഷൻ. സോ വി നീഡ് ടു യൂസ് ഹൈ പ്രഷർ ആയിട്ടുള്ള 150 to 300 ATM ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ പ്രഷർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം എന്തിനാണ് ട്രൈ ചെയ്യുക? പ്രഷർ കുറച്ചുകൊണ്ട് പുതിയ ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. പ്രഷർ കുറയണമെങ്കിൽ വോളിയം ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കും. ഇവിടെ വോളിയം ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? ഫോർവേഡ് റിയാക്ഷൻ. സോ ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ ആൻഡ് മോർ അമോണിയ ഈസ് ഫോംഡ് there. That is the trick. Okay, so when we increases the pressure, the reaction favors towards in the direction of decreasing volume. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫോർവേഡ് ഏതാണ്, വോളിയം ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, ബാക്ക്വേഡ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ക്ലിയർ? അതാണ് ഇതിലൊരു ട്രിക്ക്. സോ നമ്മൾ ഹൈ പ്രഷർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 150 to 300 ATM ഹൈ പ്രഷർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോർ അമോണിയ നമുക്ക് കിട്ടും. പക്ഷേ പ്രഷർ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോർ അമോണിയ കിട്ടും വിചാരിച്ച് വൻതോതിൽ പ്രഷർ കൂട്ടാൻ പറ്റില്ല. ആ ചേംബർ ബേസ്റ്റ് ഔട്ടായി പോകും, പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് ഒരു ലെവലുള്ള 300 ATM വരെ യൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, സോ ഇതാണ് പ്രഷറിൻ്റെ കണ്ടീഷൻ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. When we increases the pressure, if pressure is increased, the system will readjust itself so as to nullify the effect. For that purpose, the system will favors towards in the direction of decreasing volume. When we decreases the pressure, according to Lechallier principle, the system will favors towards in the direction of increasing volume. Okay, so this is the condition of pressure and chemical equilibrium. ഒരു കേസും കൂടെ ഒന്ന് നോക്കൂ. H2 + I2 റിവേഴ്സിബിൾ ടു HI. 1 മോൾ H2 1 മോൾ I2 2 മോൾ HI, അഥവാ 2 മോൾ റിയാക്റ്റൻ്റ് 2 മോൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ്. ഇവിടെ ഫോർവേഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസിൻ്റെ ഫലമായി നമ്പർ ഓഫ് മോൾസിൽ ഒരു ചേഞ്ചുമില്ല. അങ്ങനെ ചേഞ്ച് ചെയ്യില്ലെങ്കിൽ പ്രഷർ ഹാസ് നോ ഇൻഫ്ലുവൻസ്. Pressure has no influence if the number of reactant and product molecule has no difference.
അവർ തമ്മിൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ പ്രഷറിന് ഒരു ഇഫക്റ്റും ഉണ്ടാവില്ല. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻക്രീസ് ചെയ്ത് തന്നെയാണ് പുതിയ ഇക്വിലിബ്രിയം. ഓക്കെ, സോ അതും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ഇൻഫ്ലുവൻസ് ഓൺ പ്രഷർ. അതിൽ 2 കണ്ടീഷൻ നമ്മൾ നോക്കണം. താഴെ കുറേ റിയാക്ഷൻസ് എന്നിട്ട് ഏതിലാണ് പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം അത് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് ഗ്യാസിയസ് സ്റ്റേറ്റിലായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there should be difference in the number of reactant and product molecule. Reactant product moleculeകളുടെ എണ്ണത്തിൽ തമ്മിൽ എന്ത് വേണം? ഡിഫറൻസ് വേണം. സോ ദിസ് ഈസ് കോൾഡ് പ്രഷർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. ക്ലിയർ അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം തമ്മിലുള്ള ഡിഫറൻസ് കൂടെ നോക്കാം, അവർ തമ്മിലുള്ള ഇൻഫ്ലുവൻസ് കൂടെ നോക്കാം. ടെമ്പറേച്ചറിൻ്റെ കേസിൽ നമുക്കറിയാം we have studied 2 types of reaction, endothermic reaction and exothermic reaction. The reaction in which heat is absorbed is called endothermic reaction and the reaction in which heat is released is called exothermic reaction. എൻഡോതെർമിക് റിയാക്ഷൻ ഉണ്ട്, എക്സോതെർമിക് റിയാക്ഷൻ ഉണ്ട്. ഇവിടെ ഒന്നും ഞാൻ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സസ് ആവശ്യമുണ്ടെങ്കിൽ ടാർഗറ്റ് ലേണിംഗ് ആപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പഠിക്കണം. കാരണം നമ്മൾ റിവിഷൻ ആയതുകൊണ്ട് അത് ഫാസ്റ്റ് ആയിട്ടേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, എന്നാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യണം. അന്നേരം കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിവേ ഇവിടെ ടെമ്പറേച്ചറിൻ്റെ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യ കാര്യങ്ങൾക്ക് ഓർമ്മ വേണ്ടത് കെമിക്കൽ ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അറ്റൈൻ ചെയ്യാൻ കഴിയുള്ളൂ. അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള സംഗതിയാണ്. അഥവാ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ Le Chatelier പ്രിൻസിപ്പിൾ പ്രകാരം സിസ്റ്റം വിൽ റീ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് സോ ആസ് ടു നള്ളിഫൈ ദി എഫക്റ്റ് എന്നാണ് പറഞ്ഞത്. അഥവാ ഇൻക്രീസ് ചെയ്ത ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം ട്രൈ ചെയ്യുക. ഇൻക്രീസ് ചെയ്ത ടെമ്പറേച്ചർ കുറയ്ക്കണമെങ്കിൽ 2 മാർഗ്ഗമുണ്ട്. ഒന്നുകിൽ ആ ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ അടപ്പ് തുറന്നിട്ട് ഹീറ്റ് പുറത്തേക്ക് വിടുക. അത് പോസിബിൾ ആണോ? നോ, ഇക്വിലിബ്രിയം വിൽ ഡിസ്റ്റർബ്. രണ്ടാമത്തെ ഓപ്ഷൻ വി നീഡ് ടു അബ്സോർബ് ദ ഹീറ്റ് ദർ. അവിടെയുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ അഥവാ എൻഡോതെർമിക് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. സോ ഫസ്റ്റ് കണ്ടീഷൻ വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളിലുള്ള സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കുറയണമെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. അത് കറക്റ്റായിട്ട് ആ ക്ലോസ്ഡ് സിസ്റ്റം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വേണം, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആൻസറാണ് നിങ്ങൾക്ക് കിട്ടുക. രണ്ടാമത്തെ കേസിൽ വെൻ വി ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ, നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ Le Chatelier പ്രിൻസിപ്പിൾ പ്രകാരം സിസ്റ്റം വിൽ റീ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് സോ ആസ് ടു നള്ളിഫൈ ദ എഫക്റ്റ് എന്ന് പറഞ്ഞത്. ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി ട്രൈ ചെയ്യും. ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചു, സോ ടെമ്പറേച്ചർ അവിടെ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സോതെർമിക് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. ആ ചേംബറിനുള്ളിലേക്ക് ഹീറ്റ് റിലീസ് ചെയ്യുന്ന പ്രോസസ് ഇറ്റ് വിൽ ബിക്കം ഫാസ്റ്റർ. അപ്പോൾ 2 കണ്ടീഷനാണ്. സോ വെൻ high temperature used endothermic reaction become faster. At low temperature exothermic reaction become faster. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി അവിടെയുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന എൻഡോതെർമിക് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. രണ്ടാമത്തെ കേസിൽ അറ്റ് ലോവർ ടെമ്പറേച്ചർ സിസ്റ്റം വിൽ ട്രൈ ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ടു അറ്റൈൻ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഉള്ളിലെ ടെമ്പറേച്ചർ കൂട്ടാൻ ദ എക്സോതെർമിക് റിയാക്ഷൻ വിൽ ബിക്കം ഫാസ്റ്റർ. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കൂ, അമോണിയൻ്റെ റിയാക്ഷനിൽ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ കൂടെ പ്ലസ് ഹീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫോർവേഡ് എന്താണ്? എക്സോതെർമിക് റിയാക്ഷനാണ്. അതേസമയം ബാക്ക്വേർഡ് എന്താണ്? എൻഡോതെർമിക് ആണ്. ഫോർവേഡ് എക്സോതെർമിക്കും ബാക്ക്വേർഡ് എന്താണ്? എൻഡോതെർമിക് റിയാക്ഷനാണ്. പ്രൊഡക്റ്റിൻ്റെ കൂടെ ഹീറ്റ് ഉണ്ടെങ്കിൽ അത് എക്സോതെർമിക് ആണ് ഫോർവേഡ്. ബാക്ക്വേർഡിലേക്ക് നോക്കൂ, അമോണിയ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? നൈട്രജൻ ഹൈഡ്രജൻ ആയിട്ട് മാറുന്നത്. സോ ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്. സോ ഇവിടെ നമുക്കറിയാം ഫോർവേഡ് എക്സോതെർമിക് ആണ്. എക്സോതെർമിക്കിനെ ഫേവർ ചെയ്യുന്ന കണ്ടീഷൻ ഏതാണ്? ഫോർവേഡ് നടന്നാലേ നമുക്ക് മോർ അമോണിയ കിട്ടുള്ളൂ. സോ വി നീഡ് ടു യൂസ് ലോ ടെമ്പറേച്ചർ. At low temperature the exothermic reaction become faster and more ammonia is formed there. ലോ ടെമ്പറേച്ചറാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ആ ലോ ടെമ്പറേച്ചർ എന്ന് വിചാരിച്ച് നമ്മൾ വളരെയധികം ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റില്ല. ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയിട്ടുള്ള 450 ഡിഗ്രി സെൽഷ്യസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 450 ഡിഗ്രി സെൽഷ്യസിനേക്കാളും ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ഈ നൈട്രജൻ മോളിക്യൂളും ഹൈഡ്രജൻ മോളിക്യൂൾസും കമ്പൈൻ ചെയ്യില്ല. അവർ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് അമോണിയ ഉണ്ടാവേണ്ടത്. അവർക്ക് കമ്പൈൻ ചെയ്യാൻ ആവശ്യമായ ഒരു ത്രെഷോൾഡ് എനർജി ഉണ്ട്. ആ ത്രെഷോൾഡ് എനർജി അറ്റൈൻ ചെയ്യാതെ വരികയും അവർക്ക് ഇക്വിലിബ്രിയം തന്നെ അറ്റൈൻ ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഞാൻ ഇവിടെ സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. സോ നമ്മളൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയിട്ടുള്ള 450 ഡിഗ്രി സെൽഷ്യസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ടെമ്പറേച്ചറിൻ്റെ കേസ് ക്ലിയർ ആണല്ലോ. ടെമ്പറേച്ചറിൻ്റെ കേസിൽ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് എൻഡോതെർമിക് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. വെൻ ടെമ്പറേച്ചർ ഡിക്രീസസ് എക്സോതെർമിക് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. ക്ലിയർ ആണോ? സോ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം എക്സോതെർമിക്കും എൻഡോതെർമിക്കും ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ.
ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. H2+I2 റിവേഴ്സിബിൾ ടു HI. ഇവിടെ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് ഇൻ ദ എബവ് റിയാക്ഷൻ? ഇവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് ചോദിച്ചത്. ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. H2+I2 റിവേഴ്സിബിൾ ടു HI. റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് എത്രയുണ്ട്? 1+1 റിവേഴ്സിബിൾ 2, അഥവാ 2 മോൾ റിയാക്റ്റൻറ്റും അതേപോലെ തന്നെ 2 മോൾ പ്രൊഡക്റ്റും. ചോദ്യം ഇതാണ്. ദെൻ ബി ക്വസ്റ്റ്യൻ. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് 2 മോൾ, പ്രൊഡക്റ്റും 2 മോളും. വാട്ട് ഈസ് ഇഫക്റ്റ് ഓഫ് പ്രഷർ ഇൻ ദ റിവേഴ്സിബിൾ റിയാക്ഷൻ? എക്സ്പ്ലെയിൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ, 2019 ചോദിച്ചിട്ടാണ്. പ്രഷർ ഇൻഫ്ലുവൻസ് ഉണ്ട് അതിൽ? നോ ഇൻഫ്ലുവൻസ്. ആസ് എ റിസൾട്ട് ഓഫ് ഇക്വിലിബ്രിയം, ആസ് എ റിസൾട്ട് ഓഫ് റിവേഴ്സിബിൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ, ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് മോളിക്യൂൾ, ദർ ഈസ് നോ ഇൻഫ്ലുവൻസ് ഓൺ പ്രഷർ. പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉണ്ടോ? നോ ഇൻഫ്ലുവൻസ്. ക്ലിയർ? എക്സ്പ്ലെയിൻ ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് എഴുതണം. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ആസ് എ റിസൾട്ട് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ, സോ ദർ ഈസ് നോ ഇഫക്റ്റ് ഓൺ പ്രഷർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2018 ചോദിച്ച മറ്റൊരു ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ? 2 റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഏതാ റിവേഴ്സിബിൾ ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? NH4Cl റിവേഴ്സിബിൾ NH3+HCl. ഈ സിമ്പിൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതാണത് റിവേഴ്സിബിൾ റിയാക്ഷൻ. മോൾ തന്നിരിക്കുന്നതും അതും നമ്മൾ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ തന്നെയാണ്, പക്ഷേ അതെന്താണ്? ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഓക്കെ, 1 മാർക്കിന് ചോദിച്ചതാണ് കേട്ടോ. ദെൻ 2018 മറ്റൊരു ചോദ്യം നോക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് കെമിക്കൽ ഇക്വിലിബ്രിയം? കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. അറ്റ് ഇക്വിലിബ്രിയം ബോത്ത് ദ റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് കോ എക്സിസ്റ്റ്. കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അറ്റ് ഇക്വിലിബ്രിയം ബോത്ത് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് കോ എക്സിസ്റ്റ്. നമ്മൾ പഠിച്ചാണ് ഇക്വിലിബ്രിയത്തിൻ്റെ പ്രോപ്പർട്ടി പറയുമ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞതാണ്. ദെൻ അറ്റ് ഇക്വിലിബ്രിയം ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതാണോ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അറ്റ് ഇക്വിലിബ്രിയം ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ. ആ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കെമിക്കൽ ഇക്വിലിബ്രിയം. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ദ ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ്. ക്ലിയർ? ഓക്കെ. ദെൻ നോക്കൂ. 2018 ചോദിച്ച മറ്റൊരു ചോദ്യം. What happens to the rate of the forward reaction of the equilibrium to SO2 plus O2 reversible to SO3 plus heat during the following situation? Forward reaction റേറ്റിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. ചോദ്യം നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഇതുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. ഫസ്റ്റ് നോക്കൂ. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് വിൽ ഫേവേഴ്സ് എൻഡോതെർമിക് റിയാക്ഷൻ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലേശാർലിയർ പ്രിൻസിപ്പിൾ പ്രകാരം അതിനെ നള്ളിഫൈ ചെയ്തുകൊണ്ട് റീ അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ? ടെമ്പറേച്ചർ കുറച്ചുകൊണ്ടാണ് നള്ളിഫൈ ചെയ്യുക. കൂടിയ സാധനം കുറയ്ക്കണം. ടെമ്പറേച്ചർ കുറയണമെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. ഇവിടെ നോക്കൂ. എൻഡോതെർമിക് ഏതാണ്? ബാക്ക്വേർഡ് റിയാക്ഷനാണ് എൻഡോതെർമിക് ആയിട്ടുള്ളത്. ഫോർവേഡ് എന്താണ്? എക്സോതെർമിക് ആണ്. സോ ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ, അഥവാ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് ഡിക്രീസ് ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? കാരണം ഇവിടെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. ബാക്ക്വേർഡ് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കും. ഉണ്ടായ SO3 എന്തായിട്ട് മാറും? SO2 O2 ആയിട്ട് മാറും. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസ് ചെയ്യും. ബി ക്വസ്റ്റ്യനിൽ ചോദിച്ചത് SO3 ഈസ് റിമൂവ്ഡ്. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചു. ഫോർവേഡ് റിയാക്ഷൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമ്മൾ പഠിച്ചതാണ്. ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഫാസ്റ്റർ. ദെൻ തേർഡ് വൺ, പ്രഷർ ഈസ് ഡിക്രീസ്ഡ്. പ്രഷർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ എത്ര മോൾ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഉണ്ടെന്ന് നോക്കൂ. 2SO2 plus O2 റിവേഴ്സിബിൾ 2SO3. 2 + 1 റിവേഴ്സിബിൾ 2, അഥവാ 3 മോൾസ് 2 മോൾ റിയാക്റ്റൻ്റ് ആയിട്ട് മാറാണ്. ഫോർവേഡ് എന്താണ്? ഡിക്രീസിങ് വോളിയാണ്. ചോദ്യം പ്രഷർ ഈസ് ഡിക്രീസ്ഡ്. പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫേവേഴ്സ് ടുവാർഡ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് വോളിയം. ഇവിടെ ഇൻക്രീസിങ് വോളിയം ഏതാണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. സോ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഡിക്രീസ് ചെയ്യും. ചോദ്യം ഒന്നുകൂടെ പറയാം. പ്രഷർ ഡിക്രീസ് ചെയ്യാണ്. പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ഫേവേഴ്സ് ടുവാർഡ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് വോളിയം.
ഉള്ളിലെ പ്രഷർ കൂട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി വോളിയം ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കും. അതേതാണ്? ബാക്ക്വേർഡ് ആണ് വോളിയം ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ. അഥവാ ഫോർവേഡിൻ്റെ റേറ്റ് എന്ത് ചെയ്യും? കുറയും. ചോദ്യം കറക്റ്റ് ശ്രദ്ധിക്കണം. ഫോർവേഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് എല്ലാം ഫോർവേഡ് റിയാക്ഷൻ്റെ പേരിൽ എഴുതാനുള്ള കാരണം. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ നോക്കൂ, 2020 ചോദിച്ചൊരു ചോദ്യം. വിച്ച് ആർ ദ റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ? അമോണിയൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? അമോണിയം ക്ലോറൈഡ് NH4Cl-ഉം CaOH2 നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സംഗതി തന്നെയാണ്. NH4Cl plus CaOH2. Then what can be observed when a red litmus is shown to ammonia gas? അമോണിയ ബേസിക് നേച്ചറാണ്. റെഡ് ലിറ്റ്മസ് കാണിച്ചാൽ സ്വാഭാവികമായിട്ടും ഇറ്റ് ടേൺസ് ടു ബ്ലൂ കളർ. ദെൻ വാട്ട് പ്രോപ്പർട്ടി ഓഫ് അമോണിയ ഈസ് ഷോൺ ഹിയർ? എന്ത് പ്രോപ്പർട്ടിയാണ്? ബേസിക് നേച്ചർ. ബേസിക് നേച്ചറുള്ള സാധനം എന്ത് ചെയ്യും? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ കളറാക്കി മാറ്റും. അതുകൊണ്ടാണ് റെഡ് ലിറ്റ്മസ് കാണിച്ചപ്പോൾ ബ്ലൂ കളറായി മാറിയത്. 3 മാർക്കിന് 2020 SSLCക്ക് ചോദിച്ചതാണ്. ദെൻ 2020 തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. അനലൈസ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. N2 + 3H2 റിവേഴ്സിബിൾ 2NH3 + ഹീറ്റ്. വിച്ച് പോർഷൻ? ഇതിവിടെ നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഇതെന്താണ്? ഈ കുറഞ്ഞു വരുന്നത് എന്താണ്? ഫോർവേഡ് റിയാക്ഷനാണ്. ഇതെന്താണ്? ബാക്ക്വേർഡ് ആണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ഇത് ഇക്വിലിബ്രിയമാണ്. ഓൾറെഡി നമുക്കറിയാം. ഗ്രാഫ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണ്. ചോദ്യം ഇതാണ്, വിച്ച് പോർഷൻ ഇൻഡിക്കേറ്റ്സ് ഫോർവേഡ് റിയാക്ഷൻ? ഇതിൽ ഫോർവേഡ് റിയാക്ഷൻ ഏതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? BA. ദെൻ വിച്ച് പോർഷൻ ഇൻഡിക്കേറ്റ്സ് കെമിക്കൽ ഇക്വിലിബ്രിയം? ഏതാണ്? AC. കെമിക്കൽ ഇക്വിലിബ്രിയം ഏതാണ്? AC. ഫോർവേഡ് ഏതാണ്? BA. ബാക്ക്വേർഡ് ഏതാണ്? OA. അത്രയേ ഉള്ളൂ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് കെമിക്കൽ ഇക്വിലിബ്രിയം? കെമിക്കൽ ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. കെമിക്കൽ ഇക്വിലിബ്രിയം ഈ സ്റ്റാറ്റിക് അറ്റ് ദ മോളിക്കുലാർ ലെവൽ. സ്റ്റാറ്റിക് ആണെന്നാണ് പറഞ്ഞത്. ഇസ് ഇറ്റ് സ്റ്റാറ്റിക്? നോ, ഇറ്റ് ഈസ് ഡൈനാമിക് അറ്റ് ദ മോളിക്കുലാർ ലെവൽ നമ്മൾ പഠിച്ചതാണ്. സോ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ദെൻ അടുത്ത് നോക്കൂ. അറ്റ് ദ ഇക്വിലിബ്രിയം ബോത്ത് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് കോ എക്സിസ്റ്റ്. നമ്മൾ പഠിച്ചതാണ്. അറ്റ് ഇക്വിലിബ്രിയം ബോത്ത് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് കോ എക്സിസ്റ്റ്. കറക്റ്റ്. ദ റേറ്റ്സ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ അറ്റ് ഇക്വിലിബ്രിയം. അതും കറക്റ്റ്. അതിനെയാണല്ലോ നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ. ദാറ്റ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഇൻ എ ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിലാണോ കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ അതൊക്കെ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്നാണ്. സോ 2-3 സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊരു കൺസെപ്റ്റുള്ള ഒരു ചാപ്റ്ററാണ്. ഞാൻ അത്ര ഇൻഡെപ്തായിട്ട് പറഞ്ഞിട്ടില്ല ചാപ്റ്ററിൽ. ഒരു ഓവറോൾ ക്യുക്കായിട്ടുള്ളൊരു റിവിഷനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സോ മാക്സിമം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വീഡിയോസ് മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ വീഡിയോസ് ഒന്നുകൂടെ കണ്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലേണിംഗ് ആപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. ടാർഗറ്റ് ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഏതെങ്കിലും കുട്ടികൾക്ക് മനസ്സിലാത്തുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസും കൂടെ മാക്സിമം ട്രൈ ചെയ്യുക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.